ഒരാൾക്കും രണ്ടാൾക്കും മൂന്നാൾക്കും നാലാൾക്കും മറുപടി തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല ഗൈസ്, ഹൗസ് വാമിങ് കഴിഞ്ഞ് അയ്യോ മോളെ ഡോറൊന്നും അടിച്ചത് ഭയങ്കര സൗണ്ട്. ഓ എൻ്റെ റംസീന അപ്പുറത്തുനിന്ന് വേറെ സൗണ്ട്. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് ഗൈസ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഓഫേഴ്സ് എന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്, അതേപോലെ മോളെ ചെരുപ്പിട് ഈ ഹീൽമെന്ന് വീണാലാവൂല. ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ ഹീൽസ് എനിക്ക് പണ്ടേ കുട്ടിക്കാലം തൊട്ടേ ക്രേസ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഹീൽസ് നന്നായിട്ട് യൂസ് ചെയ്യും. മറ്റേ എന്നൊക്കെ പറയണമെങ്കിൽ നല്ല നിങ്ങളേതെങ്കിലും വീഡിയോ എടുത്തൊക്കെ സൂചി പോലെയുള്ളതൊക്കെ എടുത്തിട്ടാകും. അപ്പോൾ എനിക്കൊരുപാട് ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്, അതേപോലെ ആൽബം വരുന്നുണ്ട്, മറ്റേ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ആഡ് ചെയ്യുമോ ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുമോ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പരസ്യം പോലെ ചെയ്യുമോ ചോദിക്കുന്നുണ്ട്. പൊന്നാര സുഹൃത്തുക്കളെ, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. അത് എയറിൽ കയറിയ ആൾക്കാരെ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ എന്താ പറയുക പ്രമോഷൻ വീഡിയോ ആയിട്ടും പരസ്യമായിട്ടൊക്കെ വിളിക്കുള്ളൂ എന്നറിയാം. കാരണം എയറാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ എന്താ പറയുക ഫാഷൻ എന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യത്തിലൂടെ അപ്പം നമ്മൾ കടന്നു പോകുന്നത്. നല്ലതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, പക്ഷേ മോശത്തെ കാണാനും അതിന് എന്താ പറയുക കമൻ്റ് ഇടാനും ഇഷ്ടം പോലെ ആൾക്കാരുള്ളത് കൊണ്ട് എല്ലാവർക്കും ഈ നെഗറ്റീവ്സിനെയാണ് വേണ്ടത്. നെഗറ്റീവാണ് എല്ലാവരും ഉൾക്കൊള്ളാൻ നിൽക്കുന്നത്. നെഗറ്റീവ് എന്തുണ്ട് എന്ന് നോക്കി നടക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരാളെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു മോശം അഭിപ്രായം പറയുമ്പോഴേക്ക് അത് കാതോർത്ത് കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്നോടിപ്പോൾ എത്രയോ ആൾക്കാർ ഇൻസ്റ്റഗ്രാം തുറന്നുകൂടാ, അതേപോലെ ഈ പറഞ്ഞതുപോലെ വാട്സപ്പ് തുറന്നുകൂടാ ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഓരോരോ ഓഫേഴ്സ് പറഞ്ഞിട്ട്. അപ്പോൾ പൊന്നാര മക്കളെ, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടും അല്ല ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇത്ര മാത്രമേ കരുതുന്നുള്ളൂ, ഞാനൊരു ആർട്ടിസ്റ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നല്ലാതെ ഒരു ഇതിൽ അഭിനയിക്കണമെന്നോ അങ്ങനത്തെ ഒരാഗ്രഹമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ആൽബത്തിൻ്റെതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ പെരുമാറ്റത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ണൻ്റെ അമ്മയായിട്ടൊരു വീഡിയോ ഒരു ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് രേണുസുധിൻ്റെയൊക്കെ ആൽബം ചെയ്ത ആൾക്കാർ. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു പെരുമാറ്റത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം രേണുസുധി എന്താ ചെറിയ പൈസ ഒക്കെ കണ്ട് അഭിനയിച്ചു കൊടുത്തത്, അപ്പം അതിനെക്കാട്ടിലും 1500 രൂപ എനിക്ക് അധികം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് രേണുസുധി അഭിനയിക്കായിരിക്കും, ജസ്ന സലീമിന് അതിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ എമൗണ്ട് എന്തോ അതിലൊക്കെ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ചു, ഓക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചാൽ ഹൗസ് വാമിംഗ് ഒക്കെ വരുന്നത് ഒരു പൈസ നമുക്ക് നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഡയറക്ടർ എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഡയറക്ടർ കോണ്ടാക്ട് ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം, അവർക്ക് പാട്ട് എഴുതിയിട്ട് പോലുമില്ല. എഴുതാത്ത മറ്റേ ജനിക്കാത്ത കുട്ടിക്ക് ട്രൗസർ വാങ്ങിയതിൻ്റെ മാതിരിയാണ് അവർ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അതോടുകൂടെ ഞാൻ ആ കേസ് വിട്ടു. ഇനി അവരെ വന്നാലും ഞാൻ അതിനോട് സഹകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ എനിക്കൊന്നിനും താല്പര്യമില്ലാത്തതാണ്. ദയവ് ചെയ്ത് എനിക്ക് അങ്ങനത്തെ മെസ്സേജുകൾ അയച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും ഒരു വീഡിയോസിലോ അല്ല ആൽബത്തിലോ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നാളെ തീരുമാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നിലവിൽ എനിക്ക് അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. പിന്നെ ഫോട്ടോഷൂട്ട്, എനിക്ക് പൊതുവേ ഫോട്ടോഷൂട്ടിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഫോട്ടോഷൂട്ട് എനിക്ക് വളരെ എന്താ പറയുക നല്ലതാണെങ്കിൽ മാത്രം ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു 20 സാരിയും 4 ധാവണിയും. വൺ ഡേ 15 രൂപ കേട്ടോ, 15,000 രൂപ 4 ദിവസത്തെ ഷൂട്ട്. പാലക്കാട്, മൂന്നാർ, എവിടെയായിരുന്നു മൂന്നാർ, പാലക്കാട്, വേറെ ഏതൊരു സ്ഥലവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡീറ്റെയിൽ പറയാൻ പറഞ്ഞപ്പം അയാൾ അത് പിന്നെ സംസാരിച്ചില്ല. അതെനിക്ക് കേട്ടപ്പോൾ സാരിയാണ് ധാവണിയാണെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞതായിരുന്നു. അത് ഞാനൊരു കൊളാബ് വീഡിയോ കൊളാബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ പേജുകാർ ത്രൂ കോണ്ടാക്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടം. ഞാൻ കംഫർട്ടാണെങ്കിൽ നിൽക്കുക എന്നല്ലാതെ അല്ലാത്ത പക്ഷം എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കൽ കുറയ്ക്കുക. ഞാൻ അങ്ങനത്തെ ഒന്നും ഓക്കെ അല്ല. എനിക്ക്
പിന്നെ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടൊക്കെ എനിക്ക് കംഫർട്ടാണ്, എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അതിനൊക്കെ യെസ് പറയുള്ളൂ. എനിക്ക് എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് ആൾക്കാരെ നോക്കണം, ഞാൻ ഒറ്റക്കല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നത്. ഓക്കെ.